അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ കഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅഹ്ലി സിദ്ഖിഹി വൽ വഫാ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്. സ്വദഖല്ലാഹ്. ഏറ്റവും സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ എടക്കുള മഹല്ല് കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ, കാരണവന്മാർ, ചെറുപ്പക്കാർ, മഹല്ല് നിവാസികൾ, അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. എല്ലാ സൽക്രമവും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശിഷ്യ ഇന്നലകളിലായിക്കൊണ്ട് നമ്മൾ മൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഹമീദ് ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വീകാര്യയോഗ്യമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരമലാണല്ലോ വുളൂ എന്നുള്ളത്. നിസ്കാരമാവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളാവട്ടെ, അതൊക്കെ സ്വഹീഹാവണമെങ്കിൽ വുളൂ എന്താണ്? അത്യാവശ്യമാണ്. അതിനൊരുപാട് ഷർത്തുകളുണ്ട്, ഫർദുകളുണ്ട്. അതൊക്കെ നമ്മളൊക്കെ അതിനെപ്പറ്റി വേണ്ട നിലക്കുള്ള വിജ്ഞാനമുള്ളവരാണ്. എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് വുളൂഇൻ്റെ പരിപൂർണതയ്ക്ക് ആവശ്യമായ സുന്നത്തുകൾ വേണ്ടതുപോലെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ആ പൂർണ്ണതയ്ക്ക് ആവശ്യമായ വുളൂ പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ സുന്നത്തോടു കൂടിയാവുമ്പോഴാണ് വുളൂ എന്താവല് പൂർണ്ണത കൈവരിക്കുക. അപ്പോൾ വുളൂഇൻ്റെ ചില സുന്നത്തുകളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. അല്ലാഹു തആല ഇതനുസരിച്ച് കൊണ്ട് വുളൂ ചെയ്യാനും അതിനനുസരിച്ച് കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, വുളൂ ചെയ്യുമ്പോൾ പ്രധാനമായിക്കൊണ്ടും ശ്രദ്ധിക്കേണ്ടത് കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് വുളൂ എടുക്കൽ, അത് സുന്നത്താണ്. പരമാവധി കിബിലയിലേക്ക് എന്താവുക മുന്നിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം കിബിലയ്ക്ക് മുന്നിട്ട് വുളൂ എടുക്കൽ സുന്നത്താണ്. മറ്റൊന്ന്, വുളൂ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കണം. എന്ത്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നെന്താവണം? നിയ്യത്ത് വെക്കണം. പലപ്പോഴും ധൃതി പിടിച്ച വുളൂ ഒന്നും ഇതിന് സമയം കിട്ടാറില്ല ഇതൊന്നും ചെയ്യാൻ. അങ്ങനെ വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞ് രണ്ട് മുൻകൈ ഒന്നിച്ചെന്താവുക കൃത്യമായിക്കൊണ്ട് കഴുകണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് രണ്ട് ഷഹാദത്ത് കരീമ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅൽ മാ തുഹൂറ എന്നെന്താവണം നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ മുൻകൈ കൃത്യമായിക്കൊണ്ട് കഴുകുക. അതിനുശേഷം നമുക്കറിയാം, മറ്റൊരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ. പലപ്പോഴും ആ ഒരു സുന്നത്ത് ആരും എടുക്കാറില്ല, മിസ്വാക്ക് ചെയ്യൽ. വുളൂ അങ്ങനെ എടുത്തു പോകുന്നല്ലാതെ മിസ്വാക്ക് ചെയ്യൽ ശ്രദ്ധിക്കാറില്ല. എന്നാൽ വളരെ അതിപ്രധാനപ്പെട്ടൊരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷം എന്താണ് മിസ്വാക്ക് ചെയ്യൽ, അത് കറാഹത്താണ്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് വായിൽ വെള്ളം എന്താവന് കൊപ്പിളിക്കുക. വായിൽ ഇങ്ങനെ വെള്ളം ആക്കിക്കൊണ്ട് ഇങ്ങനെ കൊപ്പിളിക്കൽ, അത് പ്രത്യേക സുന്നത്താണ്. അതോടൊപ്പം തന്നെ മൂക്കിലെ വെള്ളം കയറ്റിക്കൊണ്ട് എന്താവുക ചീറ്റണം. നമ്മൾ പലപ്പോഴും വായ മാത്രം വെള്ളമാക്കിക്കൊണ്ട് തുപ്പണ പരിപാടി, മൂക്കിലേക്കൊന്നും വെള്ളം എന്താവാറില്ല, ചെയ്യാറില്ല. അതൊക്കെ സുന്നത്താണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് നേട്ടങ്ങളും നന്മകളും ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് രണ്ടും എന്താവണം വളരെ കൃത്യമായിക്കൊണ്ട് നല്ലതുപോലെ ചെയ്യണം. നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രൂപത്തിൽ എന്താവേണ്ടതില്ല, നന്നായിട്ട് ചെയ്യേണ്ടതില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പുകാർ. അല്ലാത്തവരത് നന്നായിട്ട് എന്താവണം ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് നമ്മുടെ തിങ്ങിയ താടികളൊക്കെ ഉള്ളവരെന്താവണം അത് തിക്ക വെറ്റി കഴുകൽ സുന്നത്താണ്. തിങ്ങിയ താടിയുള്ളവർ, അപ്പോൾ അതിനുള്ളിലൊക്കെ വിരലിട്ട് കൊണ്ട് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ കൈകാലുകളൊക്കെ എന്താവുക വലതിനെ മുന്തിക്കൽ, അങ്ങനെ തന്നെയാണ് നമ്മൾ വുളൂ ചെയ്യാറുള്ളത്, അത് സുന്നത്താണ്. ആദ്യം എല്ലാ അവയവങ്ങളും വലതാണല്ലോ, വലതിനെ മുന്തിക്കൽ എന്താണ് പ്രധാനമായിക്കോണം, അത് സുന്നത്താണ്. അതുപോലെ തന്നെ കൈകാലുകളൊക്കെ നമ്മൾ കഴുകുമ്പോൾ വിരലുകളൊക്കെ എന്താവണം വിടർത്തിക്കൊണ്ട് കഴുകണം. ഇപ്പോൾ കൈയൊക്കെ ആകുമ്പോൾ കൈയിൻ്റെ ഇതൊക്കെ കോർത്തുകൊണ്ട് എന്താവുക, കാലാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിരലിട്ടുകൊണ്ട് ഇങ്ങനെ കാലിൻ്റെ ആ രൂപത്തിൽ അതൊക്കെ വിടർത്തിക്കൊണ്ട് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് തല മുഴുവനും തടവൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം സുന്നത്താണല്ലോ. പലപ്പോഴും നമ്മളിങ്ങനെ ഒന്നിങ്ങനെ തടവാന്നല്ലാതെ ആരും പൂർണ്ണമായിട്ട് എന്താവില്ല ചെയ്യാറില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് എന്താ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വുളൂ ചെയ്യുമ്പോൾ ശരിയാവും. പൂർണ്ണമായിക്കൊണ്ട് തല എന്താവണം തടവിക്കൊണ്ട് തന്നെ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ രണ്ട് ചെവിയുടെ ഉള്ളും പുറവും എന്താവണം പ്രത്യേകം തടവുക. പലപ്പോഴും ഇങ്ങനെ തോണ്ടിക്കാണ്ടാണ് വുളൂ എടുക്കാറുള്ളത്.
അതിൻ്റെ ഉള്ളും പുറക്കെ നന്നായിട്ട് എന്താവണം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഉള്ളും പുറക്കെ കഴുകൽ എന്തുണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അവയവങ്ങളൊക്കെ ഉരച്ച് കഴുകൽ സുന്നത്താണ്, ഉദുവിൻ്റെ സുന്നത്താണ്. അവയവങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കിക്കാണ്ട് ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കഴുകൽ എന്തുണ്ട് പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കൈകാലം മുഖം ഇതൊക്കെ എന്താണ് കയറ്റിക്കൊണ്ട് കഴുകുക. നല്ല നീളത്തിൽ മുഖമൊക്കെ ആണെങ്കിലും മുടി മുളക്കണ ഇത് മുതൽ എന്താവുക നന്നായിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് താടി വരെ കൃത്യമായിക്കൊണ്ട് കയറ്റിക്കൊണ്ട് കഴുകണം. കൈയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് മുട്ടിൻ്റെ മേലക്കൊക്കെ കയറ്റിക്കൊണ്ട്, കാലാവുമ്പോൾ നിരാണ്ട് മേലക്ക് കയറ്റിക്കൊണ്ട് അങ്ങനെ കയറ്റി കഴുകൽ എന്തുണ്ട് കൈകാല മുഖം ഇതൊക്കെ കയറ്റി കഴുകുക, അത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ഇതെല്ലാം 3 പ്രാവശ്യം ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്യലാണ് ഫർദ് എങ്കിൽ പോലും 3 പ്രാവശ്യം ചെയ്യൽ പ്രത്യേകം സുന്നത്ത്. നേരെല്ലാ നിലക്ക് ചില ആൾക്കാർ 2 വട്ടം കഴുകണവരുണ്ടാവും, അല്ലെങ്കിൽ നേരെ ഉണ്ടായിട്ട് ചിലർക്ക് 4 വട്ടം കഴുകണവരുണ്ടാവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 വട്ടമാണ് എന്താവല് കഴുകൽ സുന്നത്ത്. 3-ൽ കൂടുതൽ ആവൽ എന്താണ് അത് കറാഹത്താണ്. അതുപോലെ ഇതൊക്കെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ചെയ്യണം. ഓരോന്ന് സ്റ്റെപ്പ് ആയിക്കൊണ്ട് ആദ്യം മുൻകൈ, പിന്നെ അങ്ങനെ മുഖം, കൈ, ഇങ്ങനെ സ്റ്റെപ്പ് ആയിക്കൊണ്ട് തന്നെ എന്താവണം കഴുകേണ്ടതുണ്ട്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ അവയവങ്ങളൊക്കെ കഴുകുമ്പോൾ ശ്രദ്ധിച്ച് കഴുകേണ്ട ഒരു ഭാഗമാണ് എന്ത് നമ്മുടെ മടമ്പും ഈ പീളക്കൂടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴുകേണ്ടതുണ്ട്. അവിടെയൊക്കെ വെള്ളം ആവേണ്ടതുണ്ട്. അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ഉദൂഇൻ്റെ ബാക്കി വെള്ളം കുടിക്കൽ എന്തുണ്ട് സുന്നത്താണ്. ഇത് പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല, അങ്ങനെ ഉദൂഇൻ്റെ വെള്ളം കുടിക്കൽ. അപ്പോൾ ഉദൂ എടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കി അല്പം വെള്ളം കുടിക്കൽ എന്തുണ്ട് അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റ് ചില സുന്നത്തുകളാണ്. ഉദൂ ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഉദൂ കൊടുക്കുമ്പോൾ പല നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടോ പല ആൾക്കാർ ഉദൂ കൊടുക്കുക, അതൊക്കെ സുന്നത്തിനെതിരാണ്. ഉദൂ ചെയ്യുമ്പോൾ സംസാരിക്കാതിരിക്കലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സംസാരിക്കാൻ പാടില്ല. കാരണമില്ലെങ്കിൽ എന്താകാൻ പാടില്ല, ഉദൂവിൻ്റെ വെള്ളങ്ങളൊന്നും തോർത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ അവയവങ്ങളിലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ അത് ഉദൂ കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരുണ്ടോ ഒന്നെങ്കിൽ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് എന്താവുക തോർത്തിക്കളയാം. അത് തോർത്താതിരിക്കലാണ് എന്ത് സുന്നത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷമാണ് ഇതൊക്കെ ഉദൂവൊക്കെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എന്താവണം നമ്മൾ ഉദൂവിൻ്റെ ഉടനെ കിവിലേക്ക് മുന്നിട്ടുകൊണ്ട് നമ്മൾ കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ടുള്ള ആ പ്രധാനപ്പെട്ട പ്രാർത്ഥന പ്രാർത്ഥിക്കൽ. അല്ലാഹുമ്മ ഇജഅൽനി മിന തവ്വാബിന വജഅൽനി മിന മുതതഹിരീൻ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താവണം ദുആ ചെയ്യലും മുത്തുനബിൻ്റെ കുടുംബത്തിന് മേലൊക്കെ സ്വലാത്തും സലാമും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു, അതൊക്കെ പാലിച്ചുകൊണ്ട് ഉദൂ ചെയ്യാം. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.